അമൃത് വേണി ലൈഫ് ക്വിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ നീതു കൃഷ്ണ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 10 തിങ്കളാഴ്ച. അയോധ്യയിലെ സംഭാവന കൊള്ളയിൽ നിഷ്പക്ഷമായ അന്വേഷണം ആവശ്യപ്പെട്ട് 500ഓളം സന്യാസിമാരും മതനേതാക്കളും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിലേക്ക് ഇന്ന് പ്രതിഷേധ മാർച്ച് നടത്തും. പ്രകാശാനന്ദ് ഗിരി മഹാരാജ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടത്തുന്നത്. തിരിമറിയെക്കുറിച്ച് ഉന്നതതല അന്വേഷണം വേണമെന്നാവശ്യപ്പെടുന്ന നിവേദനം പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കാനാണ് സന്യാസിമാരുടെ തീരുമാനം. പത്തനംതിട്ടയിലെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സസ്പെൻഷനിൽ പ്രതിഷേധം ശക്തമാക്കി മോട്ടോർ വാഹന വകുപ്പിലെ സംഘടനകൾ. കറുത്ത ബാഡ്ജ് ധരിച്ച് ഓഫീസിലെത്തുമെന്നും ഇന്നു മുതൽ പെറ്റി പിരിക്കില്ലെന്നും AMVIമാർ അടക്കമുള്ള ഉദ്യോഗസ്ഥർ വകുപ്പിലെ വണ്ടി ഓടിക്കില്ലെന്നും സംഘടനകൾ അറിയിച്ചു. പത്തനംതിട്ടയിലെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട് അധികാരം എന്തും ചെയ്യാനായി ഉദ്യോഗസ്ഥർ ഉപയോഗിക്കരുതെന്നും അധികാരം കൃത്യമായി ഉപയോഗിക്കണമെന്നും ഗതാഗത മന്ത്രി CP ജോൺ. മോട്ടോർ വാഹന വകുപ്പിലെ നിസ്സഹകരണ സമരത്തിൽ മുന്നറിയിപ്പുമായി ഗതാഗത കമ്മീഷണർ. കറുത്ത ബാഡ്ജ് യൂണിഫോമിൽ ധരിച്ച AMVIമാർക്കാണ് മെമ്മോ അയച്ചത്. യൂണിഫോം കോഡിന്റെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഗതാഗത കമ്മീഷണറുടെ നടപടി. കാസർഗോഡ് സ്കൂളുകളിൽ സംഘടിപ്പിച്ച സ്വാതന്ത്ര്യദിന ക്വിസ് മത്സരത്തിലെ വിവാദ ചോദ്യം തയ്യാറാക്കിയ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തത് അച്ചടക്ക നടപടിയുടെ പ്രാഥമിക ഘട്ടം മാത്രമാണെന്നും സംഭവത്തിൽ വിശദമായ അന്വേഷണം നടന്നുവരികയാണെന്നും പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി N ഷംസുദ്ദീൻ. പ്രതിപക്ഷ ഉപനേതാവ് മുറിയെക്കുറിച്ചുള്ള വിവാദത്തിൽ മുറി നിഷേധിച്ചിട്ടില്ലെന്നും പ്രതിപക്ഷ ഉപനേതാവിന്റെ മുറി ഉപനേതാവിന് തന്നെ ലഭിക്കുമെന്നും സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഉപനേതാവ് ആരെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞാൽ പ്രശ്നം തീരുമെന്നും അദ്ദേഹം പറഞ്ഞു. മത്സ്യബന്ധനത്തിനിടെ കടലിൽ കാണാതായ നീണ്ടകരയിലുള്ള ഗൗതം കൃഷ്ണയുടെ വീട്ടിൽ മുഖ്യമന്ത്രി VD സതീശൻ സന്ദർശനം നടത്തി. മന്ത്രി ഷിബു ബേബി ജോണും ഒപ്പമുണ്ടായിരുന്നു. രേഷ്മയെയും കുടുംബത്തെയും എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് അറിയില്ലെന്നും സർക്കാരിന് സാധ്യമായ തരത്തിൽ സർക്കാർ ഈ കുടുംബങ്ങളെ സഹായിക്കുമെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. വിഴിഞ്ഞത്ത് കാണാതായ മത്സ്യത്തൊഴിലാളികളായ ജോണിന്റെ വീട്ടിലെത്തി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ഫിഷറീസ് മന്ത്രി അബ്ദുൽ ഗഫൂറും. പ്രതീക്ഷ കൈവിട്ടിട്ടില്ലെന്നും തിരച്ചിൽ തുടരുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. കടലിൽ കാണാതായാൽ തിരച്ചിൽ നടത്തുന്നതിന് മാർഗരേഖ ഉടൻ പുറത്തിറക്കുമെന്നും മുന്നറിയിപ്പ് സംവിധാനം മെച്ചപ്പെടുത്തുമെന്നും ഫിഷറീസ് മന്ത്രി പറഞ്ഞു. ഇതാദ്യമായല്ല മത്സ്യത്തൊഴിലാളികളെ കാണാതാകുന്നത് എന്നതുൾപ്പെടെ മുഖ്യമന്ത്രി VD സതീശൻ നടത്തിയ പരാമർശങ്ങളിൽ മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് വിഴിഞ്ഞത്ത് കടലിൽ കാണാതായ ജോണിന്റെ കുടുംബം. അത്തരം പരാമർശങ്ങൾ ആ കസേരയിലിരുന്ന് പറയരുത്. ഇനിയെങ്കിലും പരാമർശം നടത്തുമ്പോൾ ഒരു വിഭാഗം ആളുകളെ ആക്ഷേപിക്കരുതെന്നും ജോണിന്റെ മകൾ ജിജി പറഞ്ഞു. വന്ദേമാതരം ഇന്ത്യക്കാർ മുഴുവൻ പാടുമെന്നും കോൺഗ്രസുകാർ ഇറ്റാലിയൻ നാഷണൽ ആന്തം പാടട്ടെ എന്നും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. വന്ദേമാതരം ദേശീയ ഗീതമാണെന്നും എന്നാൽ അതിൽ ഭക്തിഗാനത്തിന്റെ സ്വരമുണ്ടെന്നും മന്ത്രി CP ജോൺ. സെക്കുലർ സ്റ്റേറ്റിൽ ഒരു പ്രത്യേക മതത്തിന്റെ കാര്യം പറയുന്നത് ശരിയല്ല. CMPയുടെ നിലപാട് ആദ്യ ഭാഗം മാത്രം പാടിയാൽ മതിയെന്നാണ്. പഴയതുപോലെ ആദ്യ സ്റ്റാൻസ പാടിയാൽ മതിയെന്നും മന്ത്രി പറഞ്ഞു. PM ശ്രീ പദ്ധതിയിൽ UDF യോഗത്തിൽ വിയോജിപ്പ് അറിയിക്കാൻ മുസ്ലിം ലീഗ് തീരുമാനം. കേന്ദ്ര സർക്കാർ മറുപടി കൂടി പുറത്തു വന്നതോടെ പിന്മാറിയില്ലെങ്കിൽ തിരിച്ചടിയായെന്നാണ് ലീഗിന്റെ വിലയിരുത്തൽ. PM ശ്രീയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അണികൾക്കിടയിലും അത് കടുത്ത അതൃപ്തിയുണ്ടാക്കുമെന്നാണ് പറയുന്നത്. വിദേശ സംഭാവന നിയന്ത്രണ നിയമമായ FCRAയിൽ നിർദ്ദേശിച്ചിരിക്കുന്ന ഭേദഗതികൾ മിഷനറി സംഘടനകൾ, സന്നദ്ധ സംഘടനകൾ, ജീവകാരുണ്യ സ്ഥാപനങ്ങൾ, സാമൂഹിക സേവന സംഘടനകൾ എന്നിവയുടെ പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിക്കാനുള്ള സാധ്യതകൾ സംബന്ധിച്ച് അടിയന്തര ചർച്ച ആവശ്യപ്പെട്ട് കൊടിക്കുന്നിൽ സുരേഷ് MP ലോക്സഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. ഈ ഓണം കളറാവട്ടെ.
ദില്ലിയിൽ സമരം ചെയ്ത വിദ്യാർത്ഥികളെ അധിക്ഷേപിച്ച സംഘപരിവാർ സഹയാത്രികൻ TG മോഹൻദാസിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. ലാപ്ടോപ്പും മൊബൈലും പിടിച്ചെടുത്തു. കലാപാഹ്വാനം ഉൾപ്പെടെ 4 കുറ്റങ്ങളാണ് TG മോഹൻദാസിനെതിരെ ചുമത്തിയിരിക്കുന്നത്. കസ്റ്റഡിയിൽ വേണ്ടെന്ന നിലപാടിലാണ് അന്വേഷണ സംഘം. TG മോഹൻദാസിന്റെ വിദ്വേഷ വീഡിയോ നീക്കം ചെയ്യാനുള്ള നീക്കവുമായി പോലീസ്. വീഡിയോ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് മെറ്റയ്ക്ക് പോലീസ് കത്ത് നൽകും. അറസ്റ്റ് നടപടിക്ക് ശേഷം ഇന്ന് കത്ത് നൽകാനാണ് തീരുമാനം. TG മോഹൻദാസിന്റെ അറസ്റ്റ് സർക്കാർ രക്ഷയില്ലാതെ ചെയ്തതാണെന്നും അറസ്റ്റ് നടന്നില്ലെങ്കിൽ വലിയ പ്രതിഷേധവുമായി ജനം മുന്നോട്ട് വന്നേനെയെന്നും CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ. ക്രിമിനൽ കേസ് പ്രതി അർജുൻ ആയങ്കിക്കൊപ്പമുള്ള വ്യാജ AI ചിത്രം നിർമ്മിച്ച് പ്രചരിപ്പിച്ചവർക്കെതിരെ നിയമ നടപടി ആരംഭിച്ചതായി CPM നേതാവ് P ജയരാജൻ. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. അർജുൻ ആയങ്കിയുടെ വീട്ടിൽ കണ്ണൂർ സൈബർ പോലീസ് പരിശോധന നടത്തുന്നു. മൊബൈൽ ഫോൺ കണ്ടെത്താൻ ശ്രമം തുടരുകയാണ്. അർജുൻ ആയങ്കിക്കെതിരെ കാപ്പ ചുമത്തിയേക്കും. ഇതിനായുള്ള നടപടികൾ പോലീസ് ആരംഭിച്ചു. അർജുൻ ആയങ്കിയെ തള്ളിപ്പറഞ്ഞ് CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജനും. അർജുൻ ആയങ്കിയാണോ പാർട്ടിയെന്നും അവനാണ് പാർട്ടി എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് അല്ല എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാകുമെന്നും സാമൂഹിക മാധ്യമങ്ങളിൽ അയാളെ പിന്തുണയ്ക്കുന്നവർ പാർട്ടിക്കാരാകാൻ സാധ്യതയില്ലെന്നും ജയരാജൻ പറഞ്ഞു. ഇടുക്കി ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റ് ഓഫീസിന്റെ സീലിംഗ് തകർന്നു വീണു. കഴിഞ്ഞ ദിവസം ഇതേ കെട്ടിടത്തിന്റെ സീലിംഗ് ഒരു ഭാഗം തകർന്നു വീണിരുന്നുവെങ്കിലും ഇന്ന് രാവിലെ ജീവനക്കാർ ജോലിക്കായി ഓഫീസിലെത്തിയപ്പോഴാണ് കൂടുതൽ ഭാഗം ഇടിഞ്ഞു വീണ നിലയിൽ കണ്ടെത്തിയത്. പെരിയാർ കടുവ സങ്കേതത്തിനുള്ളിൽ അനുമതിയില്ലാതെ തമിഴ്നാട് സംഘം ഡ്രോൺ പറത്തിയത് വിവാദത്തിൽ. മുല്ലപ്പെരിയാർ കനാലിന്റെയും വനമേഖലയുടെയും ദൃശ്യം പകർത്തുകയും ഇത് പെരിയകുളം MLAയുടെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുകയുമായിരുന്നു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡിനെത്തിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ ഒരു പ്രതി കൂടി പിടിയിൽ. വിദേശത്തേക്ക് പോയ 27ാമത്തെ പ്രതി ആദർശാണ് പിടിയിലായത്. അതേസമയം ഒളിവിൽ പോയ പാളയം സന്തോഷിനെ പിടികൂടിയിട്ടില്ല. കാസർഗോഡ് കളക്ടറേറ്റിലെ ജീവനക്കാരിയുടെ ആത്മഹത്യയിൽ അന്വേഷണ റിപ്പോർട്ട് ലഭിച്ച ശേഷം കർശന നടപടി എടുക്കുമെന്ന് മന്ത്രി AP അനിൽകുമാർ. റവന്യൂ കമ്മീഷണറുമായും ജില്ലാ കളക്ടറുമായും വിഷയം സംസാരിച്ചെന്നും മന്ത്രി വ്യക്തമാക്കി. പാലക്കാട് കൊല്ലങ്കോട് പഴക്കം ചെന്ന കൂറ്റൻ വാട്ടർ ടാങ്ക് പൊളിച്ചു നീക്കുന്നതിനിടെ തകർന്നു വീണ് സമീപത്തെ വീടിന്റെ ഒരു ഭാഗവും വില്ലേജ് ഓഫീസിന്റെ മതിലും ഗേറ്റും പൂർണ്ണമായും തകരുകയും ചെയ്തു. യാതൊരു സുരക്ഷാ മാനദണ്ഡവും പാലിക്കാതെയാണ് കെട്ടിടം പൊളിച്ചതെന്ന് നാട്ടുകാർ ആരോപിച്ചു. ഹരിതകർമ്മസേനയുടെ സമരത്തിനിടെ കോട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റിന് ദേഹാസ്വാസ്ഥ്യം. ഹരിതകർമ്മസേനാംഗങ്ങൾ പ്രസിഡന്റിനെ വഴിയിൽ തടഞ്ഞെന്നാണ് ആരോപണം. ഹരിതകർമ്മസേനയിൽ ഡ്രൈവറായി വനിതയെ നിയമിച്ചതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 10 ദിവസമായി ഹരിതകർമ്മസേനക്കാർ സമരത്തിലാണ്. കർക്കിടക വാവ് പ്രമാണിച്ച് ബലിതർപ്പണത്തിനെത്തുന്നവർക്ക് കൊച്ചി മെട്രോ സർവീസ് സമയം ദീർഘിപ്പിച്ചു. ഓഗസ്റ്റ് 11 ചൊവ്വാഴ്ച തൃപ്പൂണിത്തുറയിൽ നിന്നും ആലുവയിലേക്ക് രാത്രി 11:15-നും 11:30-നും, ഓഗസ്റ്റ് 12 ബുധനാഴ്ച പുലർച്ചെ ആലുവയിൽ നിന്നും 5-നും 5:30-നും തൃപ്പൂണിത്തുറയിലേക്ക് സർവീസ് ഉണ്ടായിരിക്കുമെന്നും കൊച്ചി മെട്രോ അധികൃതർ അറിയിച്ചു. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്കിൻ ഓയിൽ. ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത്വേനി ഡാൻഡ്രോക്വെറ്റ്, ദി അൾട്ടിമേറ്റ് ഡാൻഡ്രഫ് സൊല്യൂഷൻ. പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. ബില്ലുകൾ അവതരിപ്പിക്കാൻ ലോക്സഭയിലെത്താതെ അമിത്ഷാ. പകരം സഹമന്ത്രിമാർ ബില്ലുകൾ അവതരിപ്പിച്ചു. അമിത്ഷാ സഭയിലെത്താത്തതിൽ പ്രതിപക്ഷ ബഹളം വെച്ചതോടെ ലോക്സഭയും രാജ്യസഭയും 2 മണിവരെ നിർത്തിവെച്ചു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഭയിലെത്തുമെന്നും സഭ തടസ്സപ്പെടുത്തരുതെന്നും ചർച്ചയ്ക്ക് തയ്യാറാണെന്നും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ ഇതുവരെ എത്താത്ത ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഭയിലെത്തണമെന്ന ആവശ്യത്തിൽ ഉറച്ചുനിന്ന പ്രതിപക്ഷ ആവശ്യത്തിന് മുന്നിലാണ് കേന്ദ്രം ഇപ്പോൾ വഴങ്ങിയിരിക്കുന്നത്. തമിഴ് തായ്വാഴ്ത്ത് പ്രമേയം തമിഴ്നാട് നിയമസഭ ഏകകണ്ഠമായി പാസാക്കി. എല്ലാ പരിപാടികളിലും ഇനി മുതൽ തമിഴ് തായ്വാഴ്ത്ത് നിർബന്ധമായും ആദ്യം പാടണമെന്നതാണ് പ്രമേയം. മുഖ്യമന്ത്രി C. ജോസഫ് വിജയാണ് പ്രമേയം അവതരിപ്പിച്ചത്. തൃണമൂലിലെ വിമത MPമാർ ചേർന്ന MCPI പാർട്ടിയിൽ ഭിന്നതയെന്ന് റിപ്പോർട്ട്. BJPയുമായുള്ള സഖ്യത്തിന്റെ പേരിലാണ് പാർട്ടിയിൽ ഭിന്നത ഉടലെടുത്തതെന്നാണ് വിവരം. എഥനോൾ കലർത്തുന്നതിനെതിരെ സംസാരിക്കുന്നവർക്ക് ശുദ്ധമായ പെട്രോൾ അച്ഛന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുമോ എന്ന ചോദ്യവുമായി മധ്യപ്രദേശിലെ റേവയിൽ നിന്നുള്ള BJP MPയായ ജനാർദ്ദൻ മിശ്ര. കുവൈത്തിൽ 3000 ദിനാറിന് മുകളിലുള്ള വിദേശ പണമിടപാടുകൾക്ക് 2 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നിർബന്ധമാക്കി. കള്ളപ്പണം വെളുപ്പിക്കലും തീവ്രവാദ ധനസഹായവും തടയുന്നതിന്റെ ഭാഗമായാണ് നടപടി.
ഇറാനെതിരായ വലിയ സൈനിക നീക്കങ്ങളിൽ നിന്ന് US പിന്മാറുന്നതായി സൂചന. പകരം ഇറാനെതിരായ സാമ്പത്തിക സമ്മർദ്ദം ശക്തമാക്കാനാണ് USന്റെ നീക്കം. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ഇതു സംബന്ധിച്ച സൂചനകൾ നൽകിയത്. ഒമാനിൽ ഓഗസ്റ്റ് 15 മുതൽ 2 മാസത്തേക്ക് നെയ്മീൻ പിടിക്കുന്നതിനും വിൽക്കുന്നതിനും നിരോധനം ഏർപ്പെടുത്തി. മത്സ്യസമ്പത്ത് സംരക്ഷിക്കുന്നതിനും പ്രജനന കാലത്ത് വംശവർദ്ധനവ് ഉറപ്പാക്കുന്നതിനും വേണ്ടിയാണ് കൃഷി, മത്സ്യബന്ധന, ജലവിഭവ മന്ത്രാലയം ഈ നടപടി സ്വീകരിച്ചത്. ഇന്ത്യയ്ക്കും ചൈനയ്ക്കും 100% വരെ തീരുവ ചുമത്താൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് അധികാരം നൽകുന്ന നിർണായക ബിൽ US സെനറ്റ് പാസാക്കി. റഷ്യയിൽ നിന്ന് എണ്ണയും പ്രകൃതിവാതകവും വാങ്ങുന്നത് തുടരുന്ന രാജ്യങ്ങളെ ലക്ഷ്യമിടുന്ന ബിൽ ഇനി ജനപ്രതിനിധി സഭയുടെ പരിഗണനയിലേക്ക് പോകും. കോമൺവെൽത്ത് ഗെയിംസിൽ ചരിത്ര നേട്ടം കൈവരിച്ച രാജ്യത്തിന്റെ അഭിമാനമായ കായിക താരങ്ങളെ വസതിയിൽ ആദരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മെഡൽ തിളക്കവുമായി എത്തിയ കായിക താരങ്ങളുമായി പ്രധാനമന്ത്രി സൗഹൃദ സംഭാഷണം നടത്തി. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് നീതു കൃഷ്ണ. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.